ഹായ് ഗായ്സ്. BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ബ്ലോക്കിൻ്റെ പേര് അഭിജ്ഞാന ശാകുന്തളം എന്നാണ്. ഫസ്റ്റ് യൂണിറ്റ് ഇന്ത്യൻ ആസ്തറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇതിൽ പറയുന്നത് ഡ്രാമനെ കുറിച്ചിട്ടാണ്. നമുക്ക് പഠിക്കാനുള്ളതും നമ്മുടെ കാളിദാസൻ എഴുതിയിട്ടുള്ള ഡ്രാമനെ കുറിച്ചിട്ടാണ്. സോ ആദ്യം ഡ്രാമ ഉണ്ടായ ആ വഴികളിലൂടെ നമ്മുടെ ഈ പുസ്തകം പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെ ഡ്രാമകളുടെ ആ ഒരു ഉത്ഭവം, അത് ആരുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം. ആദ്യ ടൈമിലൊക്കെ ഡ്രാമ എന്ന് പറയുമ്പം ഓറലായിട്ടാണ്, വാമൊഴിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒക്കെ ആയിരുന്നു അത് കൂടുതലായിട്ടും ഡ്രാമകൾ യൂസ് ചെയ്തിരുന്നത്. നമ്മൾ സംസ്കൃതത്തിൽ വിട്ട ഡ്രാമാറ്റിസ്റ്റ് ശൂദ്രക, കാളിദാസ, ഭാസ, അങ്ങനത്തെ ഒരുപാട് പ്രധാനപ്പെട്ട ഡ്രാമാറ്റിസ്റ്റ് നമ്മുടെ ഒരു സംസ്കൃത ഡ്രാമയിലുണ്ടായിരുന്നു. ദെൻ അതിൽപ്പെട്ട കാളിദാസയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഡ്രാമ എന്ന് പറയുമ്പം ആ ഒരു ഡ്രാമയ്ക്ക് പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും പറയാനായിട്ട്. ഇത് വെറും ഒരു കഥ മാത്രമല്ല, പക്ഷേ അതിൽ ഒരുപാട് ഡയലോഗുകൾ ഉണ്ടാവും, അതുപോലെ ഡിഫറെൻറ്റ് ജെസ്റ്റേഴ്സ് ഉണ്ടാവും, മൂവ്മെൻ്റ് ഉണ്ടാവും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, കോസ്റ്റ്യൂംസ് ഉണ്ടാവും. അങ്ങനെ പല ഇതും കൂടി ചേർന്ന ഒന്നിനെയാണ് എന്ത് ഡ്രാമ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ആ ഡ്രാമയിൽ നമ്മളൊരു ഗ്രീക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഗ്രീക്ക് ഡ്രാമകളും നമ്മുടെ ഇന്ത്യൻ ഡ്രാമകളും ഒരു സെയിം ആണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ വ്യത്യസ്തം ഉണ്ടെങ്കിലും അധികം നമുക്കൊരു സിമിലാരിറ്റിയാണ് അവർ തമ്മിൽ കാണാൻ പറ്റുക. അഥവാ ഒരു ഹിസ്റ്ററി ബേസിലായിരിക്കും നമ്മുടെ ഇന്ത്യൻ ഡ്രാമ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗ്രീക്ക് ഡ്രാമയും അതന്നെ. അതുപോലെ തന്നെ മിത്തിക്കൽ ഫിഗേഴ്സ് രണ്ടിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ പ്ലേനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ യൂസ് ഓഫ് കോറസ് ഉപയോഗിക്കും ഈ ഡ്രാമകളിലൊക്കെ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാര്യങ്ങൾ ഇനി എന്ത് സ്റ്റേജിൽ എന്ത് നടക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോറസ് എന്ന് പറഞ്ഞ്. അദ്ദേഹമാണ് നമുക്ക് ഇനി എന്താണെന്നുള്ളത്, അടുത്ത സ്റ്റേജ് എന്താണ്, ഇപ്പം എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കോറസാണ് നമുക്ക് പറഞ്ഞു തരിക. ആ ഒരു കോറസിൻ്റെ സാന്നിധ്യം രണ്ട് ഡ്രാമയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് രണ്ട് ഡ്രാമയിലുണ്ടായിരുന്നു. അതുപോലെ അവർ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അധിക ഡ്രാമകളും ട്രാജഡി ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഡ്രാമയിൽ ഒരിക്കലും ട്രാജഡി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ഡ്രാമ എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും നമുക്ക് നൽകുക. ആ ഒരു സാറ്റിസ്ഫാക്ഷന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഡ്രാമയിലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഗ്രീക്ക് ഡ്രാമകൾ അധികം ഒരു ട്രാജിക് എൻഡായിരിക്കും. ആ ഒരു നായകൻ്റെ അവസാനം ഒരു ദുരന്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന നഷ്ടങ്ങളിലൂടെ ആയിരിക്കും ആ ഒരു പ്ലേ അവസാനിക്കുക, ആ ഒരു ഡ്രാമ അവസാനിക്കുക. അപ്പം ഇതൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്രീക്ക് ഡ്രാമയിൽ ഒരു 3 യൂണിറ്റീസിൻ്റെ കണക്ക് അവർ പറയുന്നുണ്ട്. ടൈം, പ്ലേസ്, ആക്ഷൻ എന്ന് പറയുന്ന 3 യൂണിറ്റീസ്. അതിൻ്റെ ബേസിലായിരിക്കും അവരുടെ ഡ്രാമയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഡ്രാമക്ക് അങ്ങനത്തെ ഒരു യൂണിറ്റിൻ്റെ കണക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ഡ്രാമയിൽ കൂടുതലായിട്ടും മ്യൂസിക്കിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പക്ഷേ അവരുടേത് മ്യൂസിക്കൊന്നും ഇൻക്ലൂഡഡ് അല്ലാത്ത ഡ്രാമയാണ് അധികം കാണാൻ പറ്റുക. ഇതിൻ്റെ ഡിഫറൻസ് പല ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രീക്ക് ഡ്രാമൻ്റെയും അതുപോലെ ഇന്ത്യൻ ഡ്രാമൻ്റെയും തമ്മിലുള്ള ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ, യൂറോപ്യൻ ക്ലാസിക്കൽ ആ വ്യത്യാസം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാൽ കാണാറുണ്ട്. സോ മെയിൻ പോയിന്റുകൾ മാത്രം ഓർത്ത് വെക്കുക. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം കുറേയൊക്കെ എന്തായിരിക്കും എന്നുള്ളത്. അപ്പം എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. മേ ബി അത് യൂറോപ്യൻ ക്ലാസിക്കലായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇതിലായിരിക്കും ചോദിക്കുക. നമ്മുടെ എപ്പിക്ക് രണ്ടിലും പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സംസ്കൃത ഡ്രാമനെ കുറിച്ചിട്ട് പറയാം. ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡ്രാമകളും വരുന്നത് സംസ്കൃത ഡ്രാമയിൽ നിന്നാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വം ഉണ്ട്. അന്നത്തെ സംസ്കൃത ഡ്രാമയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വം, ആ ഒരു ബഹുമാനം ആ ഡ്രാമയ്ക്ക് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ നാട്യശാസ്ത്രം ബൈ ഭരതമുനിയുടെ നാട്യശാസ്ത്രം അനുസരിച്ച് ഈ ഡ്രാമ എന്ന് പറയുന്നത് വെറും എൻ്റർടൈൻമെൻറ്റിന് മാത്രമുള്ളതല്ല, അതുപോലെ നമുക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗം എന്നുള്ള രീതിയിലുമല്ല. ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലിബറേഷൻ കൂടിയാണ്. നല്ല കാര്യങ്ങൾ മാത്രമേ ഡ്രാമയിലൂടെ കാണിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അവിടെ ഒരു ട്രാജിക് എൻഡിങ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നാട്യശാസ്ത്ര അനുസരിച്ച് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃത ഡ്രാമൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രസ എന്ന് പറയുന്നത്. അഥവാ രസ മീൻസ് ദ ഇമോഷണൽ റെസ്പോൺസ് ഓർ കോൾഡ് രസ. നമ്മുടെ ഇമോഷനായിട്ട് നമ്മുടെ ആ ഡ്രാമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ എന്നാണ് പറയുന്നത്. അഥവാ വിഭവ, അനുഭവ, വ്യതിചാരി ഭവ, സ്ഥായി ഭവ തുടങ്ങിയിട്ടുള്ള പല രസങ്ങളും ഉണ്ട്. അത് നമ്മുടെ ഒരു സംസ്കൃത ഡ്രാമൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. അഥവാ പിന്നീട് നാട്യശാസ്ത്രൻ്റെ ഒരു കണക്കനുസരിച്ച് 2 തരത്തിലുള്ള ഡ്രാമാസ് ഉണ്ട്. അഥവാ ഒന്ന് രൂപക എന്ന് പറയുന്ന ഡ്രാമ, ഒന്ന് ഉപരൂപക എന്ന് പറയുന്ന മേജർ ടൈപ്പായിട്ടുള്ള ഡ്രാമ എന്ന് പറയുന്ന പേരാണ് രൂപക. മൈനർ ടൈപ്പ് ഉപരൂപക ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ വെറൈറ്റി ഓഫ് രൂപക ഉണ്ട്. നാടക, ദെൻ പ്രകരണ തുടങ്ങിയിട്ടുള്ള. ഇത് ഒരു കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി എന്തായിരിക്കും എന്നുള്ളത്. ചെറിയ പോയിന്റുകൾ, ചെറിയ 1-2 നോട്ടുകളായിട്ട് മാത്രം എഴുതിയെടുത്ത് അത് മാത്രം ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ
ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സംസ്കൃത ഡ്രാമയ്ക്ക് ഒരു ഐഡലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അഥവാ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു 5 ഘട്ടങ്ങളിലുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ഒരു സംസ്കൃത ഡ്രാമയ്ക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഒറിജിൻ എന്ന് പറയുന്നത്, അഥവാ ഒരു ബിഗിന്നിങ് പാർട്ട്, മുഖ എന്ന് പറയും, ഒരു ബിഗിന്നിങ് പാർട്ട്. രണ്ടാമത്തേതാണ് ഇൻസിഡൻറ്റ്, പ്രതിമുഖ എന്ന് പറയും. അതിൽ എന്താണ് സംഭവിക്കുന്നത്, അത് ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ ആ ഇവൻസിനൊക്കെ പറയുന്നത് ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ആ ഭാഗത്തിലാണ്. അതുപോലെ മൂന്നാമത്തെ ഗർഭ എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം, അതിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രം, ഗുഡ് ആക്ഷൻസ് മാത്രമേ അതിൽ കാണിക്കുള്ളൂ. ദെൻ നാലാമത്തത് ക്രൈസിസ് അഥവാ വിമർശ എന്ന് പറയുന്നത്, ബാഡ് ആക്ഷൻസ് മാത്രം കാണിക്കാനുള്ളത്. പിന്നെ അഞ്ചാമത്തത് കംപ്ലീഷൻ അഥവാ നിർവഹണ എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ ഒരു ഇത് കൂടി ചേർന്നതാണ് നമ്മുടെ ഒരു സംസ്കൃത ഡ്രാമ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അഞ്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സംസ്കൃത ഡ്രാമയ്ക്ക് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ അത് 2 ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് സംസ്കൃത ലാംഗ്വേജ് അഥവാ അത് ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ് അങ്ങനെയുള്ള അപ്പർ ക്ലാസ്സസ് മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് സംസ്കൃത് എന്ന് പറയുന്ന ലാംഗ്വേജ്. പിന്നെ സാധാരണ പോലെയുള്ള ആളുകൾ അഥവാ സൊസൈറ്റി, സോൾജിയേഴ്സ്, സെർവൻസ്, വിമൻസ്, ചിൽഡ്രൻസ് അവരൊക്കെ നമ്മുടെ പ്രാകൃത് ഭാഷയിലാണ് സംസാരിക്കുക. ഈ ഒരു നാടകത്തിൽ 2 ഭാഷകളും കൈകാര്യം ചെയ്യുന്നുണ്ട് പറയും. ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കൃത ഡ്രാമൻ്റെ ഒരു പ്രത്യേകതയുള്ള കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. പിന്നീട് പറയുന്നത് നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള സംസ്കൃത പ്ലേ റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ശൂദ്രക, ഭാവപതി, അതുപോലെ കാളിദാസ, ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചില എഴുത്തുകാരെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതിനും മേ ബി ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനൊക്കെ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വരും. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇതിന്. അതുപോലെ ഭാവപതിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഫസ്റ്റത്തെ യൂണിറ്റിൽ പറയാനുള്ളത്. ഇനി സെക്കൻഡത്തെ യൂണിറ്റ് കാളിദാസ ആൻഡ് ഓവർവ്യൂ. കാളിദാസനെ കുറിച്ചിട്ടാണ് നമുക്കിതിൽ പറയാനുള്ളത്. അദ്ദേഹം നമുക്കറിയാലോ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പോയറ്റ്, ഒരു ആൻഷ്യൻ്റ് റൈറ്ററായിരുന്നു. അദ്ദേഹം ഒരു പോയറ്റാണ് ആൻഡ് പ്ലേ റൈറ്റാണ്. അഥവാ 4, 5 ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സെഞ്ചുറിയിലൊക്കെ നല്ലതായിട്ടുള്ള റൈറ്ററായിരുന്നു. അദ്ദേഹം മെനി ട്രാൻസ്ലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു കോർട്ടിലെ പോയറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചിട്ട് അങ്ങനത്തെ ഒന്നും അറിവ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം പല എഴുത്തുകളിലും നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പല കാര്യങ്ങളാണ് കിട്ടുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആർട്ടിന് നല്ല രീതിയിൽ ഒരു മുൻഗണന നൽകിയിട്ടുണ്ട്. ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ആർട്ടിന്. അദ്ദേഹം ആ ആർട്ടിന് വേണ്ടിയിട്ട് എന്ത് വാല്യൂ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെ പല എഴുത്തുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എപ്പിക് റൈറ്ററും കൂടിയാണ്. അദ്ദേഹം പോയംസ് മാത്രമല്ല, ഡ്രാമകളും മാത്രമല്ല, ഒരു എപ്പിക്കായിട്ടുള്ള ഒരു ഫുള്ളായിട്ട് എപ്പിക്കായിട്ടുള്ള ഒരു പോയം എഴുതിയിട്ടുണ്ട്. അഥവാ രഘുവംശം എന്ന് പറയുന്ന ഫുൾ കംപ്ലീറ്റ് എപ്പിക്കായിട്ടുള്ള ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് പ്ലേസ് മാളവികാഗ്നിമിത്രം, അതുപോലെ വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം ഇതൊക്കെ പ്ലേസിലാണ് പെടുന്നത്. അതുപോലെ പോയംസ് നോക്കുകയാണെങ്കിൽ ഋതുസംഹാരം, കുമാരസംഭവം, then മേഘദൂതം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയംസിൽ പെടുന്നതാണ്. പിന്നെ ഒരു എപ്പിക് ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കീഴിൽ വരുന്നത് വെച്ചാൽ ദ ഒറിജിനൽ സ്റ്റോറി ഓഫ് ശകുന്തള കെയിം ഫ്രം മഹാഭാരത. അഥവാ മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് അഭിജ്ഞാന ശാകുന്തളം. ഈ അഭിജ്ഞാന ശാകുന്തളമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് നമുക്ക് പഠിക്കാനുള്ളത്. സോ അത് എടുത്തിട്ടുള്ളത് മഹാഭാരത എന്ന് പറയുന്ന ഒരു വലിയ എപ്പിക്കിൻ്റെ ഒരു ഭാഗം ആയിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യൻ ആസ്തറ്റിക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഡ്രാമ എന്ന് പറയുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അത് പല ഒരു എലമെൻസിൻ്റെ ഒരു മിക്സപ്പാണ്. നമ്മുടെ കോസ്റ്റ്യൂംസ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആകത്തുകയാണ് നമ്മുടെ ഡ്രാമ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരദാസ് നാട്യശാസ്ത്രനെ കുറിച്ചിട്ടും എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. മെയിനായിട്ട് പ്രധാനപ്പെട്ട പറയാനൊക്കെ ഒന്നും അതിലില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് എല്ലാം രസങ്ങളെ കുറിച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നീട് യൂണിറ്റ് 3ലേക്ക് പോവുകയാണെങ്കിൽ അഭിജ്ഞാന ശാകുന്തള ടെക്സ്റ്റൽ അനാലിസിസ്, ആ ഒരു യൂണിറ്റ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് എടുത്തിട്ടുള്ളത് മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന്. പക്ഷേ മഹാഭാരതം ഇതുമായിട്ട് അങ്ങനെ പറയാൻ തക്കവണ്ണം ഒരു കണക്ഷനും ഇല്ല കേട്ടോ. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടും. അതുപോലെ ഇതൊരു ഹീറോയിക് ഡ്രാമയാണ്. പിന്നെ ഇതിൽ 2 ഭാഷകളും, സംസ്കൃത ഭാഷ ഉപയോഗിച്ചിട്ട് അതുപോലെ പ്രാകൃത ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു റൊമാൻറ്റിക് നേച്ചറിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അഥവാ കാളിദാസ അന്നത്തെ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളയെ കുറിച്ചിട്ടാണ്. അഥവാ ഒരു സ്ത്രീയാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. സോ ആ കാലത്തുള്ള റൈറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാളിദാസ അദ്ദേഹത്തിൻ്റെ വാക്കിൽ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് സ്ത്രീകൾക്ക് നൽകിയിരുന്നു. ആ ഒരു ഇത് നമുക്ക് ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അഭിജ്ഞാന ശാകുന്തളയുടെ ഒരു ട്രാൻസ്ലേഷൻ, ദ ലൂം ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ ചന്ദ്രരാജൻ എന്ന വ്യക്തി എഴുതിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അതിൻ്റെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു പ്ലേ സ്റ്റാർട്ടാവുന്നത് ഗോഡ് ശിവക്കുള്ളൊരു പ്രെയർ ചൊല്ലി തുടങ്ങിയിട്ടാണ് ഈ ഒരു പ്ലേ സ്റ്റാർട്ടാവുന്നത്. ഇനി ആക്ട് 1 നമുക്ക് കാണാൻ പറ്റുന്നത് ദ ചേസ് എന്നാണ്.
അഥവാ ഇതൊരു ഫോറസ്റ്റിലാണ് ഈ ആക്ട് നടക്കുന്നത്. ഒരു ഫോറസ്റ്റിലാണ്. മാലിനി എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്തിൻ്റെ അടുത്തുള്ള ഒരു സെയ്ജ് കാൻവ ഹെർമിറ്റേജ്, ഒരു ആശ്രമം, അവിടെയാണ് ഈ ഒരു സീൻ 1 നടക്കുന്നത്. അഥവാ ദുഷ്യന്ത എന്ന് പറയുന്ന രാജാവ് അവിടെ ആ ഹെർമിറ്റേജിൻ്റെ അടുത്ത് എത്തി തൻ്റെ ചാരിയറ്ററിന് ഇറങ്ങി തൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വെച്ച് ഭയങ്കര ബഹുമാനത്തോടു കൂടെ ആ ഒരു ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സോ അങ്ങനെ അദ്ദേഹം അതിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഓർണമെൻറ്റ്സും കാര്യങ്ങളും തോക്കും വെപ്പൺസും എല്ലാം അദ്ദേഹം പുറത്ത് ഊരി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിലേക്ക് കടക്കുന്നത്. ഒരു സ്പിരിച്വൽ സ്പേസിലേക്ക് കടക്കുന്ന ആ ഒരു രാജാവിൻ്റെ ആ ഒരു വിധേയത്വം, ആ ഒരു ബഹുമാനം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ പല എക്സാമ്പിളുകളും കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. ദുഷ്യന്തൻ്റെ ക്യാരക്ടറൈസേഷൻ എഴുതാൻ പറയുമ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുലീനത എല്ലാം നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം 3 സ്ത്രീകളെ കാണാണ്. ശകുന്തളയും അതുപോലെ തന്നെ ഒപ്പമുള്ള തോഴിമാരെയും കാണാണ്. പക്ഷേ ശകുന്തളയെ അദ്ദേഹം കാണുമ്പം ഭയങ്കര അവളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബ്യൂട്ടി അതിൽ മതിഭ്രമിച്ച് പോവുകയാണ് നമ്മുടെ ദുഷ്യന്തൻ. അങ്ങനെ അദ്ദേഹം അത് കാൻവയുടെ ആ മഹർഷിയുടെ മകളല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശാകുന്തള കൻവ മഹർഷിയുടെ മകളല്ല എന്നും അതുപോലെ ഡോട്ടർ ഓഫ് മേനകയാണെന്നും അവർ ക്ഷത്രിയ കുടുംബത്തിലുള്ളതാണെന്നും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവർ തമ്മിൽ ഒരു പ്രണയം പൂവിടാണ്. രണ്ടുപേരും ഒരു ഫോൾ ഇൻ ലവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ആ ഒരു പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് പുറമെ അവർ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്, ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്നൊക്കെ തനിക്ക് ചേരുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ആ ഒരു ദുഷ്യന്ത മഹാരാജാവ് ആ ഒരു ത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഫസ്റ്റ് ആക്റ്റിലുള്ളത്. രണ്ടാമത്തെ ആക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൺസീൽമെൻറ്റ് ഓഫ് ദ ടണ്ണിങ്, അഥവാ ഈ ഒരു പ്ലേയും സ്റ്റാർട്ടാവുന്നത് ഫോറസ്റ്റിൽ തന്നെയാണ്. ഇവിടെ നമുക്കൊരു മാധവ്യ എന്ന് പറയുന്ന ഒരു ന്യൂ ക്യാരക്ടറെ നമുക്കൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അഥവാ അദ്ദേഹം ഒരു കോർട്ടിലെ ജസ്റ്ററാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കിങ്ങിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. കിങ്ങിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് മാധവ്യ എന്ന് പറയുന്നത്. മാധവ്യൻ്റെ ക്യാരക്ടറും എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാധവ്യ മനസ്സിലാക്കുകയാണ് ഇവർ തമ്മിലുള്ള ഒരു ലവ് കണക്ഷന്, ആ ഒരു ലവ് സിക്നെസ് ഒക്കെ എന്താണെന്നുള്ളത് മാധവ്യ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് അവിടെ ഇരിക്കുമ്പോഴാണ് 2 സോൾജിയേഴ്സ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ആ കിങ്ങിനോട് റിക്വസ്റ്റുമായിട്ടാണ് അവർ തരുന്നത്. അവരെ സാക്രഡ് ആയിട്ടുള്ള ഡെവിൾസിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കിങ്ങിനോട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്താണ് കോർട്ടിൽ നിന്നുള്ള, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്നുള്ള ഒരു മെസ്സഞ്ചർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹം തൻ്റെ കിങ്ങിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ തിരിച്ചങ്ങോട്ട് ഹസ്തിനപുരത്തിലേക്ക് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കിങ്ങിന് കൈമാറാണ്. ഇത് കേൾക്കുമ്പം അദ്ദേഹം ഹെർമിറ്റേജിലേക്ക് പോവുകയും പിന്നീട് മാധവ്യനെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുകയും അദ്ദേഹം ആ സോൾജേഴ്സിൻ്റെ കൂടെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ആ ഒരു കിങ് എന്നതിനുപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക പരിഗണന ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആരെന്ത് പ്രശ്നം വരുമ്പോഴും ഒരു കിങ്ങിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ, അത് പൂർണ്ണമായിട്ടും അദ്ദേഹം നിറവേറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ ഇവിടെ മനോഹരമായിട്ട് വർണ്ണിച്ച് നമുക്ക് കാണാൻ പറ്റും. ദെൻ ആക്ട് 3 വരുമ്പോൾ ലവ് ഫ്രൂഷ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഭാഗമാണ് വരുന്നത്. ഇതും ഓൾസോ ഫോറസ്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ ആ ഒരു യുദ്ധത്തിന് പോയിട്ട് ദുഷ്യന്തം വിജയിച്ച് വരുന്നതാണ്. ആ സമയം തന്നെ നമ്മുടെ ശകുന്തളയും കാണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇപ്പം ദുഷ്യന്തൻ്റെ ആ ഒരു തോട്ടിൽ മാത്രം മയങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു അവളുടെ ഒരു ഡ്രീമായിട്ടുള്ള ഒരു ലവ്, ഒരു കിങ്ങിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു ഡ്രീമായിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് അവളിങ്ങനെ ഭയങ്കര വിഷാദമായിട്ട് ഇങ്ങനെ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അനസൂയ അതുപോലെ തന്നെ പ്രിയംവദ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ തോഴിമാരെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ആണ് നമ്മുടെ കിങ് അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ കിങ് എൻ്റർ ആയി അവരിങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിലാണ് ഗൗതം എന്ന് പറയുന്ന വേറൊരു ഹെർമിറ്റേജിലുള്ള ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നത്. അങ്ങനെ ഈ ഒരു ആക്റ്റും അങ്ങനെ എൻഡ് ആവുകയാണ്. ദെൻ 4ാമത്തെ ആക്ട് പറയുന്നത് ശാകുന്തളാസ് ഡിപ്പാച്ചർ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ആക്റ്റിലാണ് അവരുടെ മാരേജിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഈ ഒരു ആക്ട് നടക്കുന്നത് ഫോറസ്റ്റിലാണ്. അവർ രണ്ടുപേരും മാരേജ് ചെയ്യുക, അഥവാ ഗാന്ധർവ റൈറ്റ്സിലൂടെ അവർ രണ്ടുപേരും ആ ഒരു മാരേജിന് കണക്കാക്കിയിട്ട് അവരും ആ ഒരു രീതിയിൽ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗാന്ധർവ മാരേജ് പ്രകാരം അവർ രണ്ടുപേരും മോതിരം കൈമാറി അങ്ങനെ
മാരേജ് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം ഇവളാണെങ്കിൽ ആകെ ഡൗൺ ആയിപ്പോയി. ആകെ ദുഷ്യന്തനെ ആലോചിച്ച് മാത്രം ഇങ്ങനെ ഡൗൺ ആയിട്ട് അവരുടെ ജോലികളൊന്നും ചെയ്യാതെ അവൾ തൻ്റെ പ്രിയതമനുമായിട്ടുള്ള ആ ഒരു വേർപ്പിയലിന് ശേഷം ഭയങ്കര സാഡായിട്ട് ഭയങ്കര ഒരു സോറോ ആയിട്ട് നമുക്ക് അവളെ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു മൈൻഡിൽ അവളിങ്ങനെ ഒന്നും അറിയാത്ത അവളുടേതായിട്ടുള്ള ഒരു ലോകത്ത് മാത്രം ഇരിക്കുന്ന സമയത്താണ് സേജ് ദുർവശ ഋഷി ആ ഒരു ഹെർമിറ്റേജിലേക്ക് എൻ്റർ ആവുന്നത്. സോ എല്ലാവരും അയാളെ അറ്റൻഡ് ചെയ്തപ്പോൾ ഇവൾ മാത്രം അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ ഇവൾ അറിയുന്നില്ല അദ്ദേഹം വന്നതും അങ്ങോട്ട് എത്തിയതും ഒന്നും ഇവൾ അറിയുന്നില്ല. അപ്പം ശരിക്കും ഇത് കണ്ടപ്പം തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ടപ്പം സേജ് ദുർവശ ഋഷിക്ക് ഭയങ്കര ഒരു സാഡ് തോന്നി. അദ്ദേഹം അവളെ കേഴ്സ് ചെയ്യാണ്. അഥവാ നീ എന്താണോ ഇപ്പം ആലോചിക്കുന്നത്, അത് നിന്നെ മറന്നു പോട്ടെ, നീ എന്തിനെ കുറിച്ചിട്ടാണോ ആലോചിക്കുന്നത് അത് നിന്നെ മറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കേഴ്സ് ചെയ്യാണ്. സോ അത് കേട്ടപ്പം തൻ്റെ ഫ്രണ്ടായിട്ടുള്ള അനസൂയ അദ്ദേഹത്തോട് അപേക്ഷിച്ച് പറയുന്നുണ്ട് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, ഒരു ടോക്കൺ ഓഫ് ലവ് എന്തെങ്കിലും കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് നിങ്ങളെ ഇനി ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗത്ത് തന്നെ പറയുന്നത് ഇപ്പം നമ്മുടെ ശകുന്തള ഗർഭിണിയാണ്. സോ കൻവ മഹർഷി അവളെ ഹസ്തിനപുരത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവളെ ഹസ്തിനപുരത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആ ഒരു ചടങ്ങുകളോടെയാണ് ഈ ഒരു ആക്ട് എൻഡ് ആവുന്നത്. അങ്ങനെ അവൾ ഇറങ്ങുന്ന സമയത്ത് അവളോട് കൻവ മഹർഷി പറയുന്നുണ്ട്, നീ ഒരു ഭാര്യ എന്നുള്ള നിനക്ക് ഒരുപാട് ഡ്യൂട്ടികളും കാര്യങ്ങളും ചെയ്യാനുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ ഇങ്ങോട്ട് തിരിച്ചു വരാവൂ എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ അവൾ യാത്ര പോവുകയാണ് അങ്ങോട്ട്. അങ്ങനെ യാത്ര പോകുമ്പോൾ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം അവരുടെ ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്താൻ. അങ്ങനെ കാടുകളും പുഴകളും ഒക്കെ താണ്ടിയാണ് അവർ അങ്ങോട്ടേക്ക് എത്തുന്നത്. സോ അങ്ങനെ എത്തുമ്പോഴാണ് അതിന് മുന്നേ അവൾ പുഴയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ വിരലുകൾ വെള്ളത്തിലേക്ക് ഇടുകയും ആ വിരലിൽ അദ്ദേഹം അണിയിച്ച ആ മോതിരം വെള്ളത്തിലോട്ട് ചാടി പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ അറിയുന്നില്ല. പിന്നീട് നമ്മുടെ ഈ ഒരു ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാമത്തെ ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹസ്തിനപുരത്തിലുള്ള നമ്മുടെ ദുഷ്യന്തൻ്റെ ആ ഒരു പാലസ് വെച്ചിട്ട്, ആ ഒരു റോയൽ പാലസ് വെച്ചിട്ടാണ് ഈ ഒരു ആക്ട് പിന്നീട് സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ അവൾ അവിടെ എത്തി, കൻവ മഹർഷി പറഞ്ഞയച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണിതെന്ന് പറയുമ്പം പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഇവളെ ഓർക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു കേഴ്സ് കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഇവളെ ഓർമ്മ വരുന്നില്ല. അവളാണെങ്കിൽ ആകെ സാഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ആ മോതിരത്തിൻ്റെ ഓർമ്മത്. അപ്പോൾ കയ്യിൽ നോക്കുമ്പോഴാണെങ്കിൽ ആ മോതിരം മിസ്സായി പോയിട്ടുണ്ട്. ഇനി എങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും, തൻ്റെ ഭർത്താവിന് താനാണ് ഭാര്യ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ആലോചിച്ച് അവൾക്ക് ഭയങ്കര അതിയായിട്ടുള്ള വിഷമവും ഒരു ഇതൊക്കെ തോന്നി. ഈ ഒരു അവളുടെ ഒരു അവസ്ഥ, അവളാണ് ഭാര്യ എന്ന് പ്രൂവ് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥ, അഥവാ അന്നത്തെ കാലത്തുള്ള സ്ത്രീകളുടെ ഒരു അവസ്ഥയാണ് നമ്മുടെ കാളിദാസ ഇതിലൂടെ കാണിക്കുന്നത്. നമ്മൾ സ്ത്രീകളുടെ ഒരു പൊസിഷൻ, താൻ ഭാര്യയാണ് എന്ന് മറ്റുള്ളവരോട് തെളിയിച്ചു കൊടുക്കേണ്ട ആ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഇതിലൂടെ നമ്മുടെ കാളിദാസൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ സെയിം അവസ്ഥ നമ്മുടെ രാമായണത്തിലെ സീതയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അഥവാ ഈ ഭൂമി ഒന്ന് പിളർന്നു പോയിരുന്നെങ്കിൽ എനിക്ക് അതിലൂടെ പോകാമായിരുന്നു എന്ന് വരെ നമ്മുടെ സീത പറഞ്ഞിട്ടില്ല. ആ ഒരു സെയിം അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ശകുന്തളക്കും സംഭവിച്ചത് എന്ന് നമ്മുടെ കവി പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ട് 6. ആ ആക്ട് 6 തുടങ്ങുമ്പം ഫിഷിനെ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫിഷിൻ്റെ വായിൽ നിന്ന് രാജാവിൻ്റെ ഒരു മോതിരം കിട്ടുകയാണ്. നമ്മുടെ ശകുന്തളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു മോതിരം ഫിഷർമാന് തൻ്റെ രാജാവിനെ തിരിച്ചേൽപ്പിക്കുകയാണ്. ആ ഒരു റിങ് കാണുമ്പോഴാണ് ഇറ്റ് ഈസ് എ ടോക്കൺ ഓഫ് ലവ്. ആ ലവിൻ്റെ ടോക്കൺ കാണുമ്പോഴാണ് പഴയ കേഴ്സ് ഇല്ലാതാവുക എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കേഴ്സ് അതോടുകൂടെ തീരാണ്. ആ ഉടനെ തന്നെ നമ്മുടെ ദുഷ്യന്തന് തൻ്റെ ശകുന്തളയെ ഓർമ്മ വരികയാണ്. അവരോട് പെരുമാറിയ രീതിയും ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് തോന്നുകയാണ്. തന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നാൻ, ഭയങ്കര റിഗ്രറ്റ് തോന്നാൻ. ആ ഒരു അവസ്ഥയിൽ സ്വന്തം കുഞ്ഞിനെ തൻ്റെ കുഞ്ഞല്ല എന്ന്, സ്വന്തം ഭാര്യയെ തൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞ് അവഹേളിച്ച് വിട്ട ആ ഒരു സന്ദർഭത്തെ വല്ലാതെ ആ ഒരു ഇമോഷണലായിട്ട് ഭയങ്കര വീക്കായി പോവാണ് നമ്മുടെ ദുഷ്യന്തൻ രാജാവ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പോലും ഓർക്കാൻ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി അദ്ദേഹം. അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള മാധവിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം ലോർഡ് ഇന്ദ്രയുടെ ചാരത്തിൽ ഒരു വാറിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നതോടുകൂടെയാണ് ഈ ഒരു 6ാമത്തെ ആക്ട് എൻഡ് ആവുന്നത്. പിന്നീട് 7ാമത്തെ ആക്റ്റിൽ പറയുന്നത് അങ്ങനെ അവർ ആ യുദ്ധത്തിന് പോയി, യുദ്ധം ഭയങ്കര സക്സസ് ആയിട്ട് തിരിച്ച് പോരുകയാണ്. ആ ഒരു പോരുന്നതിൻ്റെ ഇടയിലാണ് ഒരു മരീക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹെർമിറ്റേജ് നമ്മുടെ ദുഷ്യന്തൻ കാണുന്നത്.
സോ അദ്ദേഹം വിചാരിച്ചു ഒന്ന് ഇറങ്ങിയിട്ട് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചിട്ട് പോരാ എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ചെറിയൊരു ആൺകുട്ടി നമ്മുടെ ലയൺ കപ്സിൻ്റെ കൂടെ നമ്മളെ സിംഹക്കുഞ്ഞുങ്ങളെ കൂടെ കളിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലായി ഇത് എന്തോ ഒരു സാധാരണ ഒരു കുഞ്ഞല്ല, എന്തൊക്കെ ഒരു പ്രത്യേകത ഈ കുഞ്ഞിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ദെൻ അങ്ങോട്ട് ആ ടൈമിൽ ശകുന്തള തൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് ശകുന്തള ദുഷ്യന്തനെയും കാണുന്നത്. സോ അവർ തമ്മിൽ ആദ്യം പെട്ടെന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ പിന്നീട് മനസ്സിലായത് തൻ്റെ ഭാര്യയാണെന്നും തനിക്ക് പിറന്ന കുഞ്ഞാണിതെന്നും മനസ്സിലായി. അങ്ങനെ ആ ഒരു തെറ്റിൽ നിന്ന് മാപ്പ് ചോദിച്ച് ആ ഒരു ലൈഫ് പിന്നീട് ഹാപ്പി ആയിട്ട് അങ്ങനെ ഒരു കഴിയുന്ന ആ ഒരു ഇതിലോട് കൂടെയാണ് ഈ ഒരു ആക്ട് എൻഡ് ആവുന്നത്. അതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ തീംസാണ്. എന്തൊക്കെ തീംസാണ് ഈ ഒരു പ്ലേയിലുള്ളത് എന്നാണ് നോക്കാനുള്ളത്. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് പല ഇതിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തീംസായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് 3 പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് ദ തീം ഓഫ് ലവ്, അവർ കണ്ടുമുട്ടുന്ന ആ സമയം, പിന്നീട് അവർ ലവിൽ ആവുന്ന ടൈം, പിന്നീട് ആ ഒരു വേർപിരിയലിൻ്റെ ടൈം, പിന്നീട് റീയൂണിറ്റ് ചെയ്യുന്ന ടൈം, പിന്നെ അതിൻ്റെ ഇടയിൽ അവരുടെ മാരേജ് വരുന്ന ടൈം, ഇതൊക്കെയാണ് തീംസ് ഓഫ് ലവിൽ വരിക. ദെൻ ദ തീം ഓഫ് കൺസീൽമെൻറ്റ്, അതിൽ വരുന്നത് കാര്യമായിട്ട് ഈ നമ്മുടെ ദുഷ്യന്തൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതകളാണ്. അഥവാ അദ്ദേഹം ഹെർമിറ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ വെപ്പൺസും ഓർണമെൻറ്റ്സും എല്ലാം അഴിച്ചിട്ടാണ് കയറുന്നത്. ഒരു ബഹുമാനം, അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രജകളോടുള്ള ആ ഒരു ബഹുമാനം, എന്തൊരു പ്രശ്നത്തിലും അദ്ദേഹം തന്നെ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ, അഥവാ ഒരു കോമൺ മാനായിട്ട് ഉള്ള അവരിൽപ്പെട്ട ഒരാളായിട്ട് തന്നെ ജീവിക്കാനുള്ള ആ ഒരു മാനസിക സ്ഥിതി, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് തീം ഓഫ് കൺസീൽമെൻറ്റിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തേത് പറയുന്നത് ദ ഹെർമിറ്റേജ് ആൻഡ് ദ കോർട്ട്. ഇത് രണ്ടും രണ്ട് സംസ്കാരങ്ങളാണ്. അവരുടെ ഭക്ഷണരീതി ആയിക്കോട്ടെ, വസ്ത്രധാരണ ആയിക്കോട്ടെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വ്യത്യസ്തമാണ്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 4 അഭിജ്ഞാന ശാകുന്തളം, ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. ഈ ഒരു യൂണിറ്റിൽ സൂത്രധാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ആരാണ് സൂത്രധാർ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കും. സൂത്രധാറും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോടെ പങ്ക്. സൂത്രധാർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കും. ആ പ്ലേനെ കുറിച്ച് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് തരാൻ വേണ്ടിയിട്ട്, അത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ആ ഒരു ഇതിൻ്റെ സ്ഥിതി എന്താണ് എന്നൊക്കെയുള്ള ആ ഒരു വിവരണങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു സ്റ്റോറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് സൂത്രധാർ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലേയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇവിടെ ദ ലൂം ഓഫ് ടൈം എന്ന് പറയുന്ന ഈ പ്ലേ ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രരാജൻ എന്ന് പറഞ്ഞ ആളാണ് ദ ലൂം ഓഫ് ടൈം ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ അദ്ദേഹം ആ ഒരു സ്റ്റോറി പറയുമ്പം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സൂത്രധാറായിട്ട് വരുന്നത്. പിന്നീട് ഓരോരുത്തരുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് ആണ് നമ്മുടെ ഈ ഒരു 4ാമത്തെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റായിട്ട് നമ്മുടെ ശകുന്തളയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഷീ ഈസ് എ ഹീറോയിൻ ഓഫ് ദിസ് പ്ലേ ആൻഡ് നായികി ഓഫ് ദ പ്ലേ. ആ ഒരു പ്ലേയിലെ നായികയും ഹീറോയിനും ഒക്കെ ശകുന്തള തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മേനകയുടെയും വിശ്വാമിത്രയുടെയും മകളായിട്ടാണ് നമ്മുടെ ശകുന്തള ജനിക്കുന്നത്. പിന്നീട് കാൻവ മഹർഷിക്ക് ഒരു ഫോറസ്റ്റിൽ നിന്ന് അവളെ കിട്ടുകയും അവിടെ നിന്ന് ഹെർമിറ്റേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നാണ് അവളെ വളർത്തി വലുതാക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ശരിക്കും ഒരു മേനക എന്ന് പറയുന്നത് ഒരു അപ്സരസാണ്. സോ അവൾ ശരിക്കും ഒരു കംപ്ലീറ്റ് ഒരു ഹ്യൂമൺ അല്ല, ഒരു പകുതി ഡിവൈൻ പവറും കൂടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശകുന്തള എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടും നമ്മുടെ ദുഷ്യന്തനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ശക്തിയും പവറും ഉള്ള ആളാണ് നമ്മുടെ ശകുന്തള എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇതിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അത്രയും ഭയങ്കര കാമായിട്ട്, ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരു ശകുന്തളയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവൾ ഭയങ്കര ക്ഷമാശീലയാണ്. അഥവാ ഒരു ഐഡിയൽ പവിത്ര സ്ത്രീ എന്നൊക്കെ പറയാം നമുക്ക്. ആ ഒരു കാഴ്ചപ്പാടിലാണ് തനിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ വരുമ്പോഴും തൻ്റെ ഹസ്ബൻഡിനെ പഴിചാരുകയോ ആ ഒരു ഇതിനെ ഒന്നും ചെയ്യാതെ ക്ഷമിച്ച് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ്, ശരിക്കും വേണമെങ്കിൽ അവൾക്ക് അവളുടെ കഴിവുകൾ ഉപയോഗിച്ച് അതൊക്കെ അപ്പോൾ തന്നെ തിരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അവൾ അതൊന്നും ചെയ്യാതെ അവൾ തൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചൊരു പൂർണ്ണ പവിത്രത ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ടാണ് നമുക്കിവിടെ ശകുന്തളയെ കാണാൻ പറ്റുന്നത്. പിന്നീട് നമ്മുടെ ദുഷ്യന്തനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം നായകനാണ്, ഈ ഒരു ഹീറോ ആണ്, അതുപോലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ദുഷ്യന്ത എന്ന് പറയുന്നത്. അദ്ദേഹം അപ്പർ കാസ്റ്റിലുള്ള ഒരാളാണ്, ക്ഷത്രിയാസിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഹസ്തിനപൂർ എന്ന് പറയുന്ന ആ രാജ്യത്തിലെ കിങ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ ഒരു ഐഡിയൽ ഹീറോ ആണ്. അവരുടെ ആ ഒരു കിങ്ഡത്തിന് തൻ്റെ ആ സാമ്രാജ്യത്തിലുള്ള ആളുകൾക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഈ
നമ്മുടെ കിങ്. അത്രത്തോളം നല്ല ബഹുമാനവും ആ സ്നേഹം അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കിങ്. അതുപോലെ തന്നെ എല്ലാ സോൾജർമാരും ഏതൊരു ആളുകളെയും അവരുടെ ഒരു വാക്കുകൾ വിലക്കെടുക്കുന്ന ഒരാളാണ്. അഥവാ അദ്ദേഹം തന്നെയാണ് ആ ഒരു നാട്ടിലെ നിയമം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ആളുകൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കിങ്ഡത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നീട് അദ്ദേഹം ഫോറസ്റ്റിലേക്ക് ഹണ്ടിങ്ങിന് വേണ്ടി പോയി. പിന്നീടാണ് നമ്മുടെ ശകുന്തളയായിട്ട് കാണുന്നതും കണ്ടുമുട്ടുന്നതും നമ്മുടെ ഗാന്ധർവ വിധിപ്രകാരമുള്ള ഒരു മാരേജ് നടക്കുന്നതും പിന്നീട് ഫോർഗറ്റ് ആവുന്നതും പിന്നീട് ഒരു റിഗ്രറ്റ് വരുന്നതും വീണ്ടും തിരിച്ച് റീയൂണിയൻ ചെയ്യുന്നതും ഇതൊക്കെ നമുക്കൊരു ദുഷ്യൻ്റെ കഥാപാത്രത്തിൽ എഴുതാൻ പറ്റുമ്പം ഈ ഒരു സ്റ്റോറിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് ഞാൻ ശകുന്തളൻ്റെ തന്നെ ആ ഒരു ശകുന്തളൻ്റെ ഒരു ആ ഫിസിക്കൽ ബ്യൂട്ടി നല്ലോണം അത്രത്തോളം വർണ്ണിച്ച് നമ്മളെ കാളിദാസൻ്റെ ആ കൃതിയിലുണ്ട്. പക്ഷേ നമുക്ക് എഴുതുമ്പം അങ്ങനെയൊക്കെ എഴുതണം. നമ്മൾ പറയുമ്പം ഒരുപാട് പറഞ്ഞ് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പോയിന്റുകൾ മാത്രമായിട്ട് പറയുന്നത്. സോ നമ്മളൊരു ക്യാരക്ടർ അനാലിസിസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ അദ്ദേഹം ആരാണ് എന്താണെന്നുള്ളത് തുടങ്ങി അദ്ദേഹത്തിന് ഈ ഒരു കഥയിൽ അദ്ദേഹത്തിൻ്റെ റോള് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ നായികയുടെ ആ റോള് എന്താണുള്ളത് ഒക്കെ പറഞ്ഞിട്ട് നമ്മളിത് എഴുതുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് എഴുതാനും പറ്റും. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. പിന്നീട് മാധവ്യനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ജോക്കറായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ദുഷ്യന്തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒരു കമ്പാനിയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദുർബലനായിട്ടാണ് അദ്ദേഹത്തിനെ ശരിക്കും ഇതിൽ ചിത്രീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആണ് നമ്മുടെ കിങ്ങിന് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്ത് അഡ്വൈസ് ഉണ്ടെങ്കിലും അദ്ദേഹമാണ് അഡ്വൈസുകളൊക്കെ കൊടുക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. മെയിൻ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ക്വസ്റ്റ്യൻസിൽ പല തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ എന്തായാലും 1-2 ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണിത്. സോ നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജെൻഡർ വൈസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാസ്റ്റ് വൈസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കിങ്ഷിപ്പ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജെൻഡറിൽ നമ്മുടെ ശകുന്തളയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഷീ ഈസ് പോർട്രേഡ് ആസ് എ ഗുഡ് വിമൺ, അഥവാ ഒരു നല്ലൊരു ഐഡിയൽ വൈഫായിട്ടാണ് അവരതിൽ പോർട്രേ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സംസ്കൃത ഡ്രാമയിൽ ശരിക്കും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു കാലഘട്ടം ആണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് കാസ്റ്റ് പറയുന്നുണ്ട്. ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ശകുന്തളയെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവൾ ഏത് കാസ്റ്റിൽപ്പെട്ട ആളാണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അവർ ആ ലവിലേക്ക് നമ്മുടെ ദുഷ്യന്തൻ നമ്മുടെ കിങ് പോകുന്നത്. ആസ് എ കിങ് അദ്ദേഹത്തിന് അതൊക്കെ അന്വേഷിക്കൽ ആവശ്യമാണ്. എന്നിരുന്നാലും ആ ഒരു കാസ്റ്റിന് അത്രയും ഇമ്പോർട്ടൻ്റ് അവിടെ അന്നത്തെ ആ ഒരു സംസ്കൃത ഡ്രാമയിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫിഷർമാൻ്റെ കാര്യം അതിൽ പറയുന്നുണ്ട്. ആ ഒരു ഫിഷർമാന് ആദ്യം റിങ് കിട്ടിയെന്ന് പറയുമ്പോൾ ആദ്യം അദ്ദേഹം കട്ടെടുത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ അത് ആദ്യം പറയുന്നുണ്ട്. സോ നമ്മുടെ ഈ താഴ്ന്ന ആളുകളെ അങ്ങനെ ഒരു സ്വഭാവക്കാരായിട്ട് കണക്കാക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം, അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളൊക്കെ ആ ഒരു കാസ്റ്റ് ഡിഫറൻസ് ഒക്കെ നമുക്ക് നല്ലോണം ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റും. അതുപോലെ കിങ്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇത് റൊമാൻറ്റിക് പ്ലേ ആണല്ലോ. ഒരു വിമണും മാനും തമ്മിലുള്ളൊരു റൊമാൻറ്റിക് പ്ലേ. അഥവാ ആ വിമൺ എന്ന് പറയുന്നത് സെമി ഡിവൈൻ ശക്തിയുള്ള ഒരു വിമണാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കിങ്ഡത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു ആളായിരിക്കണം. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം പ്രോമിസുകളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹം വളരെ ക്രൂരമായിട്ട് തന്നെ ഈ ഒരു നമ്മുടെ ശകുന്തളയും വയറ്റിലുള്ള കുട്ടിയെയും ഒക്കെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഒരു കിങ് എന്ന നിലക്ക് ഒരു സത്യം അറിയാതെ അങ്ങനെ എതിർക്കാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ഒരു റിങ് കിട്ടി അവരെ ഫോർഗറ്റ് മറന്നതിന് ശേഷം വീണ്ടും റിമെമ്പർ ആവുമ്പം ഭയങ്കര റിഗ്രറ്റ് തോന്നുക എന്നൊക്കെ പറയുന്നത്. അപ്പം ശരിക്കും ഒരു ഭയങ്കരമായിട്ട് റിഗ്രറ്റ് തോന്നുക എന്ന് പറയുമ്പം ഒരു കിങ്ങിന് ശരിക്കും ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ആസ് എ കിങ് അദ്ദേഹം ആണ് ആ ഒരു കിങ്ഡത്തിലെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത്. അപ്പം ഒരു പെണ്ണിൻ്റെ ഒരു ചീത്ത പറഞ്ഞതിൻ്റെ ഒരു പേരിൽ അദ്ദേഹം ശരിക്കും അങ്ങനെ റിഗ്രറ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പം അദ്ദേഹം ഒരു കോമൺ മാനായിട്ട്, അദ്ദേഹം ഒരു കിങ് ആണെന്ന് പോലും മറന്നിട്ട് ഒരു കോമൺ മാനായിട്ട് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു കിങ്ഷിപ്പിൽ കാര്യമായിട്ട് പറയുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു യൂണിറ്റ് ഇവിടെ എൻഡ് ആവുകയാണ്. ഈ ഒരു ബ്ലോക്ക് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ക്രിട്ടിക് അനാലിസിസ് എക്സാമിന് വരാറുണ്ട്. അതുപോലെ ഇതിൻ്റെ തീംസ് ഞാൻ ചോദിച്ചത് ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യൻ ആസ്തറ്റിക്സിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രാമനെ കുറിച്ചിട്ട് നമ്മുടെ സംസ്കൃത ഡ്രാമനെ കുറിച്ചിട്ട് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മെയിനായിട്ടും നോക്കി വെക്കുക.
പിന്നീട് ഈ ഒരു ഇതിൻ്റെ തീം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ 20 മാർക്കിനൊക്കെ എഴുതുമ്പം നമ്മൾ ആദ്യം ഈ ഒരു പോയിന്റിനെ കുറിച്ചിട്ട് എഴുതിയിട്ട് പിന്നീട് നമുക്ക് ഇതിലുള്ള ഇനിയിപ്പം നമ്മുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാൻ പറയുന്നത് വെച്ചെങ്കിൽ ആദ്യം ഈ ഒരു പ്ലാനെ കുറിച്ചിട്ട് എഴുതണം, അത് എഴുതിയ ആളെ കുറിച്ചിട്ട് എഴുതണം. അതിനുശേഷം മാത്രമാണ് ഈ ഒരു ഏത് ക്യാരക്ടറാണോ നമുക്ക് തന്നത് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് തുടങ്ങുമ്പോഴും ആദ്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അദ്ദേഹം ഈ കഥയിലുള്ള അദ്ദേഹത്തിൻ്റെ റോള് അല്ലെങ്കിൽ അവരുടെ ഒരു റോള് അത് പറഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം എൻഡാക്കേണ്ടത്. പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വേറെ പല തീമുകളും കാര്യങ്ങളും നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വൈസാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് വരിക. സോ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ നോക്കണം. എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതിൽ കുറേ ആവശ്യമില്ലാത്തതുണ്ട്, കുറേ ആവശ്യമുള്ളതുണ്ട്. സോ എല്ലാം ഒന്ന് വായിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടിട്ട് എക്സാം എഴുതാൻ പോകാൻ പാടുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. ഞാൻ ഏറ്റവും ഈ ഒരു കഥയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു തീം അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ അത് മാത്രം പറഞ്ഞു തന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ തീമുകൾ, അതുപോലെ ഇതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ്, ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. സോ നമ്മൾ അവിടേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു തീം അറിഞ്ഞിരിക്കുക എന്നുള്ളതിലേക്ക് വളരെ ചുരുക്കം മാത്രമായിട്ടാണ് ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. ഓക്കെ, ബൈ.